അല്ല, ഒരു വീഴ്ചയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇത്തരം ലൂസ് ടോക്ക് നമ്മള് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം വളരെ ആപത്താണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ നമുക്കിന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. ആളുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആളുകൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുരംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതാണ്. താൽക്കാലികമായിട്ട് ലൂസ് ടോക്ക്, സ്മോൾ ടോക്കിൽ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ DCC അധ്യക്ഷന് പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ആവൽക്കരമായ ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ BJPക്ക് 50,000 വോട്ട് കിട്ടുന്ന 60 മണ്ഡലങ്ങൾ അങ്ങനെ എന്തോ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJPക്ക് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള ഉത്കണ്ഠകളെ കുറിച്ച് ഒരു ധാരണയും അദ്ദേഹത്തിനില്ല എന്നാണ്. രാഷ്ട്രീയ ബോധത്തിന്റെ തരിമ്പും ഇല്ലാത്ത ഒരു DCC അധ്യക്ഷൻ എന്നാണ് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിഡ്ഢിവേഷം കെട്ടിച്ചതായിരിക്കും. അദ്ദേഹത്തിന് ഗ്രൂപ്പിന്റെ അടിപിടിയുടെ ഭാഗമായിട്ടായിരിക്കും വാർത്ത പുറത്തു കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പുറത്തു വന്നിരിക്കുന്ന വാക്ക്, ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ട് കേട്ടു, പുറത്തു വന്ന വീഡിയോ ഫുള്ളായിട്ട് കേട്ടു. അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പക്വതയെക്കുറിച്ച് സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഒരു അന്തരീക്ഷം, കോൺഗ്രസ് തകർന്നു പോകും എന്നൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടിയല്ല അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. സാർ, അതേപോലെ തന്നെയാണ് അദ്ദേഹം കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതൊരു തർക്കത്തിന്റെ പേരിലാണ്. അത് പറയുന്നുണ്ട്, സ്നേഹത്തിൽ പോകണം, നിങ്ങളുടെ മുതിർന്ന നേതാക്കളോട് ഒരു ബഹുമാനം കാണിക്കണം, ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് നാട്ടുകാർ കാണുന്നതൊക്കെ തന്നെ അത് പാർട്ടിക്ക് ക്ഷീണമാണ് മുതലായ കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം അതൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതെ അതെ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ജലീൽ എന്ന് പറഞ്ഞ ആള് വേറെ ഏതോ ഒരു നേതാവിനോടുള്ള തന്റെ വിരോധമാണ് അതിനകത്ത് കാര്യമായിട്ട് പറയുന്നത്. എനിക്ക് വേറെ ആരോടും വിരോധമില്ല, ഇദ്ദേഹത്തോട് വിരോധമുണ്ട്. ഇത്തരം രാഷ്ട്രീയ വിരോധങ്ങൾ, രാഷ്ട്രീയമായ ഭിന്നതകൾ ഫോണിലൂടെ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണോ? ഒരു പാർട്ടിയുടെ കാര്യമാകുമ്പോൾ, ഒരു പൊതുക്കാര്യമാകുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും മറ്റേയാളും പൊതുരംഗത്തുള്ള ആളാണ്, അദ്ദേഹം പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസത്തിന്റെ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. അതല്ലാണ്ട് വ്യക്തിഗതമായ തലത്തിൽ ഇത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിച്ചത് തന്നെ പാലോട് രവിയുടെ ഭാഗത്ത് വന്ന ഒരു പെശകാണ്. കാരണം കുടുംബകാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം, വ്യക്തികാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം, പക്ഷെ പൊതുക്കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാളെ കുറിച്ച് ഒരാളൊരു പരാതി ഉന്നയിക്കുന്നുണ്ട്, രണ്ട് കൂട്ടരെയും കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാന്നല്ലാതെ മറ്റൊന്നും ചെയ്യാവുന്നതല്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു രീതിശാസ്ത്രം അതൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തെ പറ്റിയ ഒരു പെശക് തന്നെയാണ്. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ്. നോക്കുമ്പോൾ ഈ ജലീലിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതും അദ്ദേഹം ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയരുത് മുതലായ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വീഴ്ചയാണ്. അല്ല, ഈ പ്രവർത്തകൻ എന്തുകൊണ്ടാണ് അതായത് ഒന്നാമത്തെ കാര്യം, ഞാനും നിങ്ങളും തമ്മിലുള്ള സംഭാഷണം സ്വകാര്യ സംഭാഷണമാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിപ്പോ ടെലിവിഷൻ ചാനലിൽ സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതല്ലാതെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ സംസാരിക്കുന്ന സമയത്ത് അത് ഫോൺ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അതിനകത്തൊരു ദുരുദ്ദേശമുണ്ട്. അല്ലെങ്കിൽ സാധാരണ ആരും ഈ ഫോൺ റെക്കോർഡ് ചെയ്യില്ല. ആ ദുരുദ്ദേശം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ചും മറ്റൊരു കക്ഷിയെ കുറിച്ച് പരാതി പറയുകയും അയാൾക്കെതിരായിട്ടുള്ള എനിക്ക് നടപടി വേണം എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു താല്പര്യം അതിനകത്ത് കാണുമ്പോൾ അതിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉയർന്ന പദവിയിലുള്ള പാലോടിക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന നിഗമനങ്ങളുണ്ടല്ലോ, ആ നിഗമനങ്ങള് യഥാർത്ഥത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമായിട്ട് ഒത്തുപോകുന്നതല്ല. ആ നിലയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പക്വത അതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. അത് വളരെ നിർഭാഗ്യകരമായ സംഗതിയാണ്. പക്ഷേ പൊതുപ്രവർത്തകർ ആലോചിക്കേണ്ട പല വിഷയങ്ങളും അതിലൂടെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് നടപടിയെടുക്കാൻ അതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.